ഓക്കെ, അപ്പോൾ ഏറാൻ മൂളി നമ്മൾ കേട്ടിട്ടുണ്ട്. പോലീസിൻ്റെ ഏറാൻ മൂളി, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏറാൻ മൂളി, കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറാൻ മൂളി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിന് രണ്ട് തരത്തിലാണ് അർത്ഥം വരുന്നത്. ഒന്നത് ഇംഗ്ലീഷിൽ നിന്ന് വന്നുകൊണ്ട്, പിന്നെ ഇത് മലയാളത്തിൽ ഉപയോഗിച്ച ഒരു പ്രയോഗത്തിൽ നിന്ന് വന്ന ഒരു വേർഡും കൂടിയാണിത്. ഇംഗ്ലീഷിലെ വേർഡ് എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ ബേസ് എല്ലാം അന്വേഷിച്ച് പോയപ്പോൾ കിട്ടിയ ഒരു വേർഡാണ് ഇംഗ്ലീഷിൻ്റേത്. എനിക്ക് മലയാളത്തിലേത് കൂടുതൽ അറിയുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലെ വേർഡ് എന്ന് പറയുന്നത് എറാൻഡ് ബോയ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു പയ്യനെ ഏൽപ്പിച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വീട്ടിലെ പേർക്ക് ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസ് പോവുക വരിക അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിക്കാണ് എറാൻഡ് എന്ന് പറയുന്നത്. ഇറാൻഡ് ബോയ് എന്നുള്ള രീതിയിൽ അതിനെ നെറ്റിൽ പലയിടത്തും കാണുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റായി തോന്നിയ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് രാജാക്കന്മാർ അല്ലെ പ്രഭുക്കന്മാരുടെ അടുത്ത് പോയി നിൽക്കുന്ന ഭൃത്യന്മാർ, അവർ ഇങ്ങനെ വായ പൊത്തി അവർ പറയുന്ന അനുസരിച്ച് റാൻ 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 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ റാൻ എന്ന് മൂളി എന്നർത്ഥത്തിലും റാൻ മൂളി എന്നുള്ളത് പിന്നെ ചേർന്നാണ് റാൻ മൂളി. അതായത് പറയുന്നത് അതുപോലെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് കൂടുതലും മലയാളത്തിൽ ഇത് ഉപയോഗിച്ച് കാണുന്നത്. അതായത് ഇറയവൻ എന്ന് പറഞ്ഞാൽ രാജാവ്, നാടുവാഴി എന്നൊക്കെയാണ് അർത്ഥം. അതായത് നമ്മളിപ്പോൾ ഒരിടത്ത് പോയി അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, പട്ടാളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമാൻഡർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ സർ എന്ന് നമ്മൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയാം. അങ്ങനെയാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു പരിപാടിയാണ് ഈ റാൻ എന്ന് പറഞ്ഞാൽ രാജാവേ എന്നാണ് അർത്ഥം. ശരി രാജാവേ എന്നുള്ള അർത്ഥത്തിലാണ് ഈ റാൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏറാൻ മൂളി എന്നുള്ളതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് മനസ്സിലായി. അതായത് ഒരു വ്യക്തി തിരിച്ചൊന്നും പറയാതെ അയാൾ പറയുന്ന അനുസരിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് റാൻ മൂളി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഇനിയിപ്പം നാളത്തെ വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ചങ്ങാടം എന്നാണ്. നമ്മൾ ഈ ജങ്കാർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, ചങ്ങാടം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ആ വേർഡ് വന്നത്, എന്താണ് ആ വേർഡിൻ്റെ ഉത്ഭവം, അതാണ് നമ്മൾ നാളെ നോക്കുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിന് താഴെ കുറിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം.